നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ അടുത്തൊരു റാലി ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ 15,000 കോടി രൂപയുടെ ശക്തമായിട്ടുള്ള ബൈ കാരണമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. കൂടാതെ ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഈ ഒരാഴ്ചയിൽ NSEയുടെയും BSEയുടെയും ട്രാൻസാക്ഷൻ ചാർജസ് എല്ലാം തന്നെ ചേഞ്ച് ആക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇന്ന് സെബിയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരാഴ്ച ഇന്ത്യയിലെ ലോക്കൽ ക്യൂസുകളിൽ പെട്ട പ്രധാന ലോക്കൽ ക്യൂസാണ്. എങ്ങനെ അത് മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ബുധനാഴ്ച ദിവസം മാർക്കറ്റ് അവധിയാണ്, ഗാന്ധി ജയന്തി കാരണം. അതുകൊണ്ട് തന്നെ നാളെ ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും 2 എക്സ്പയറി ഒരുമിച്ചുണ്ടാവും. മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കുറച്ച് മൂർച്ഛിക്കുന്നുണ്ട്. കൂടാതെ US മാർക്കറ്റും ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി പോവുകയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് 1800 പോയിൻറ്റിൻ്റെ ഇടിവ് കാണുന്നുണ്ട്. കാരണം എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും നല്ല ശക്തമായിട്ട് 3 ആഴ്ച തുടർച്ചയായിട്ട് റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇനി US ജോബ് ഡേറ്റ പോലെയുള്ള പ്രധാന ഡേറ്റ വരുന്ന ആഴ്ചയാണ് കേട്ടോ ഇത്. നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ റേറ്റ് താഴെ പോസിറ്റീവാണ്. എന്നാൽ ജപ്പാൻ മാർക്കറ്റ് 1800 പോയിൻറ്റിൻ്റെ ഇടിവ്. കൊറിയൻ മാർക്കറ്റും ഇടിവിലാണ്. ചൈന മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരാഴ്ചയിൽ ചൈന ഏകദേശം 4 ദിവസം ക്ലോസ് ആണ്. ഓസ്ട്രേലിയ പോസിറ്റീവായി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,663. ബ്രന്റ് ഓയിൽ 71. ബിറ്റ്കോയിൻ ശക്തമായ ബ്രേക്കൗട്ട് നടത്തി $65,000 എത്തി നിൽക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് എക്സ്പയറി ഉള്ളത് ബാങ്ക് എക്സ് ആണ്. സെൻസെക്സിലുള്ള ബാങ്കിങ് കമ്പനീസിൻ്റെ ഇൻഡെക്സ് ആണ് ബാങ്ക് എക്സ്. ബാങ്ക് എക്സിൻ്റെ PCR 0.78 ആണ്. അതീവ ബുള്ളിഷ് അല്ല. സ്പോട്ടിൽ നിന്ന് 61,152. മേജർ റെസിസ്റ്റൻസ് സോൺ 61,500 62,000 ആണ്. എന്നാൽ 61,000 ഒരു സപ്പോർട്ട് സോണായിട്ട് തന്നെ ആക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ PCR 1.05 ആണ്. ആളുകൾ കോള് അത്ര അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തിട്ടില്ല. കാണാം സ്പോട്ട് ഡോട്ടഡ് ആണ്. കോള് പരിസരത്തൊന്നും ആളുകൾ വലിയ കോൾ ബിൽഡപ്പ് ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ അടുത്ത മണിയിൽ സ്ട്രാഡിലെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ആണെങ്കിൽ 2 അടുത്ത മണിയിൽ തന്നെ കോളും പുട്ടും ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഇന്ന് പ്രോഫിറ്റ് ഇറങ്ങി വരുന്ന ഒരു സിനാരിയാണ് ഉള്ളതെങ്കിലും 26,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. നാളെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് വൈകിട്ടൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റി ഒരുമിച്ച് എക്സ്പയറി വരുന്നത് കുറച്ച് വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കോഷ്യസ് ആവുക. ആഗോള മാർക്കറ്റെല്ലാം തന്നെ വലിയ തോതിൽ റാലി രേഖപ്പെടുത്തി കഴിഞ്ഞു. 3 ആഴ്ച ഇന്ത്യൻ മാർക്കറ്റും റാലി രേഖപ്പെടുത്തി കഴിഞ്ഞു. NSE നിഫ്റ്റി 50 ട്രെൻഡ് ഉൾപ്പെടെയുള്ള കമ്പനീസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റീസ്ട്രക്ചർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വലിയ ഫണ്ട് ഇൻഫ്ലോ ഒക്കെ നമുക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റാലിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളത് ഇതിൽ ഇനി Q2 റിസൾട്ടുകൾ വരികയാണ്. അപ്പോൾ അതുവരെ മാർക്കറ്റിന് ഒരു പ്രത്യേക ട്രിഗർ ചെയ്യാനായിട്ട് ഒരുപാട് ഈവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ് നടത്തുക. യൂസിലെ ജോബ് ഡേറ്റ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ ഈവൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്കും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്യാം, നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം, ആക്സസ് ചെയ്യാം. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം MGLായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് കമ്പനി LIC മഹാനഗർ ഗ്യാസിലെ LICയുടെ നിക്ഷേപം കുറച്ചു എന്നുള്ള ന്യൂസാണ്. ബയോകോൺ ഒരു ഫാർമ കമ്പനിയാണ്. ഫാർമ കമ്പനീസിൻ്റെ ഒരു കാര്യം, US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഫാർമ കമ്പനീസിൽ ഇൻസ്പെക്ഷൻ നടത്തും. പീരിയോഡിക് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം ഒബ്സർവേഷൻസ് എല്ലാം തന്നെ റൈസ് ചെയ്തിട്ടില്ല. 0 ഒബ്സർവേഷൻ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടാണ് കരുതി പോയിരുന്നത്. ആ രീതിയിൽ ബയോകോണ് ഒബ്സർവേഷനൊന്നും ഇല്ല. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. റാഡിക്കോ കൈത്താൻ ഒരു ലിക്കർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഓട്ടോ എക്സ്പോ എന്നൊക്കെ പറയും പോലെ തന്നെ ഈ ലിക്കർ കമ്പനീസിൻ്റെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പോയിൽ ഈ ഒരു റാഡിക്കോ കൈത്താൻ അവരുടെ ഇന്ത്യ സിംഗിൾ മാൾട്ട് വിസ്കി ഈ ഒരു ലൈവ് ഷോയിൽ പാരീസിലായിരുന്നു നടന്നത്. അവിടെ അത് പ്രദർശിപ്പിച്ചു എന്നുള്ള ഒരു ന്യൂസാണ് കമ്പനീനെ സംബന്ധിച്ചുള്ളത്. റിലയൻസ് ഇവർ US ബേസ്ഡ് ആയിട്ടുള്ള വലിയ ഒരു മീഡിയ കമ്പനി ആയിട്ടുള്ള ഡിസ്നി ആയിട്ട് ടൈപ്പ് ചെയ്തു. പുതിയ പ്രോഗ്രാംസ് എല്ലാം തന്നെ ബിസിനസ് പ്ലാനുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കും. ഭാരത് ഇലക്ട്രിക്കൽ കമ്പനി BEL കമ്പനി
ഇസ്രായേൽ എയറോസ്പേസ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ട്രെൻഡ് കമ്പനി നിഫ്റ്റി 50യിലേക്ക് ഇന്ന് മുതൽ എൻ്റർ ആവും. വെൽസ്പൻ എൻ്റർപ്രൈസസ് കമ്പനിക്ക് 2000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ലുപ്പിന് ഇതുപോലെ തന്നെ യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തി 3 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തു. പിരമൽ ഫാർമ ഇതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ നടത്തി. ഇവർ ഒരു ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടില്ല യുഎസ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റി. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇവർ കൊക്കോ കാക്ട് കമ്പനിയുടെ 200 കോടി രൂപ മുടക്കി 74% സ്റ്റേക്ക് അക്വയർ ചെയ്തു. മംഗളൂർ കെമിക്കൽ കമ്പനി ഇവരുടെ അമോണിയ പ്ലാന്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ചെയ്തിരിക്കുകയായിരുന്നു, അത് പുനരാരംഭിച്ചു. L&T മൈൻട്രി കമ്പനി UK ബേസ്ഡ് ആയിട്ടുള്ളൊരു കാരീസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്ര കമ്പനിക്ക് 17 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അവൻഡൽ കമ്പനിക്ക് 44 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.